ആളുകളും ആശങ്കയോടെ ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ നാളെ മുസ്ലിം ആകുമോ എന്ന്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ ദുബായ് KMCCയുടെ കിണർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രാർത്ഥനകളിൽ തങ്ങളിരുന്നപ്പോ, കൈകൾ കൂപ്പിയിരുന്നപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നു, മുസ്ലിം ലീഗ് നിങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റുവാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ചോദ്യമുണ്ടായി എന്നുള്ള ഒരു കാര്യം എന്നോട് പങ്കുവെക്കപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്റെ രാഷ്ട്രീയ പാർട്ടി എന്നും എന്നോട് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു മതവിശ്വാസിയായിരിക്കണം, നല്ലൊരു മതവിശ്വാസിക്ക് മാത്രമേ നല്ലൊരു മനുഷ്യനാകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മതവിശ്വാസം ഉണ്ടാവണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ അവിടെ ഇരുന്നപ്പോ എന്റെ ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ ജീവിതത്തിന്റെ, അവരുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് ഈ രാജ്യത്ത് വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ നമ്മുടെ ഭൂമിയിലെ ദാനം എന്ന് പറയുന്ന വെള്ളം കൊടുക്കുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കപ്പെട്ടപ്പോ അവരുടെ കുടുംബത്തിന് ദീർഘായുസ് ഉണ്ടാകണേ, അവരുടെ കുടുംബത്തിന് ആയുരാരോഗ്യം നൽകണേ, ഇവർക്കെന്നും ദീർഘായുസ് നൽകി ഇനിയും ഈ നാട്ടിലെ മനുഷ്യരുടെ ക്ഷേമത്തിനൊപ്പം നിൽക്കുവാൻ അവർക്ക് ആയുരാരോഗ്യം നൽകണമേ ദൈവമേ എന്ന് ഞാൻ എന്റെ ദൈവങ്ങളോട് കൈകൾ കുപ്പിയാണ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ട സഹോദര, അല്ലാതെ എന്നെ മതം മാറുവാൻ എന്റെ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. എന്നെ മരണപ്പെട്ടാൽ പള്ളിക്കണ്ടിയിൽ വന്ന് കാണേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ട ആളുകളുണ്ട്. ഞാൻ എന്നാണ് തട്ടമിടുന്നത് എന്ന് നോക്കി നടന്ന ആളുകൾ എന്റെ നാട്ടിലുണ്ട്. പല ആളുകളും വളരെ പുച്ഛത്തോടുകൂടി മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിങ്ങളുടെ കൂടെയല്ലേ, കാക്കാമാരുടെ കൂടെയല്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അവരോടൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ സമൂഹത്തിൽ പിന്നോക്ക, അധസ്ഥിത, ന്യൂനപക്ഷ, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഒരേ ടേബിളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, ദളിതനെന്നോ പിന്നോക്കക്കാരനെന്നോ നോക്കാതെ, ആദിവാസി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ വേർതിരിവുകളില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ പാർട്ടിയുടെ നന്മയാണത്. ആ പാർട്ടിയുടെ ഏറ്റവും മികച്ച സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്.